എറണാകുളം പെരുമ്പാവൂരിൽ വേങ്ങൂർ പഞ്ചായത്തിൽ അനധികൃത കരിങ്കൽ ഖനനമെന്ന് പരാതി. 4-ാം വാർഡിൽ ഖനനാനുമതി വാങ്ങിയ ശേഷം 14-ാം വാർഡിലാണ് ക്വാറി പ്രവർത്തിക്കുന്നത്. തനിക്ക് അനുവാദം കിട്ടിയ സർവേ നമ്പറിൽ തന്നെയാണ് ഖനനം നടക്കുന്നതെന്ന് ക്വാറി ഉടമ അവകാശപ്പെടുന്നു. ജനവാസ മേഖലകളിൽ കരിങ്കൽ ഖനനമുണ്ടാകുമ്പോൾ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നവരുടെ ദുരിതം പറഞ്ഞറിയിക്കുവാനാകുന്നതിലും അപ്പുറമാണ്. പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്തിൽ ഇപ്പോൾ 14-ാം വാർഡിലാണ് പാറ ഖനനം നടക്കുന്നത്. എന്നാൽ പ്രദേശവാസികളുടെ ആരോപണം നിയമം ലംഘിച്ചാണ് പാറ ഖനനം എന്നാണ്. രണ്ടു മാസത്തിലധികമായി വേങ്ങൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ് കൊമ്പനാട് പാറ ഖനനം തുടങ്ങിയിട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റ് അധികൃതരുടെയും മൗനാനുവാദത്തോടെയാണ് ക്വാറിയുടെ പ്രവർത്തനമെന്നാണ് ആരോപണം. പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മടയുടെ കാര്യം അറിയാൻ സാധിച്ചത്. പ്രാവശ്യം വെച്ച് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് 4-ാം വാർഡിലാണ് ഇതിന് അനുമതി കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ പത്രത്തിൽ മറ്റേ അനുമതി പത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. മാപ്പിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാപ്പിനകത്ത് 14 വാർഡ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് വേറെ സംശയം. നമ്മുടെ മാപ്പിലാണ് ഞങ്ങളുടെ ഈ വഴി, അതായത് ഇതിലെ പണി പഞ്ചായത്ത് റോഡാണ്. ഈ റോഡ് പോലും മാച്ച് കളഞ്ഞുകൊണ്ടാണ് അതിന് സാങ്ഷൻ കൊടുത്തത് മനസ്സിലാക്കിയത്. സമീപത്തെ 35-ൽ പരം കുടുംബങ്ങൾ ഒപ്പിട്ട പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടും നടപടി ഉണ്ടായില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളും ക്വാറിക്ക് സമീപം താമസിക്കുന്നുണ്ട്. പഞ്ചായത്ത് റോഡിൽ നിന്ന് 50 മീറ്റർ മാറി വേണം ക്വാറി എന്നാണ് നിയമം. എന്നാൽ അനുമതിക്കായി സമർപ്പിച്ച മാപ്പിൽ റോഡ് ഉൾപ്പെടുത്തിയിട്ടില്ല. 4-ാം വാർഡിൽ അനുവദിച്ച ക്വാറി 14-ാം വാർഡിലാണ് പ്രവർത്തിക്കുന്നതെന്ന വിവരാവകാശ രേഖയും പുറത്തുവന്നു. ക്വാറിയിൽ നിന്നുള്ള മാലിന്യം സമീപത്തെ ജലസ്രോതസ്സുകൾക്കും ഭീഷണിയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രേഖകളും പ്രദേശവാസികളുടെ കയ്യിലുണ്ട്. എല്ലാ വീടുകളും തന്നെ പൊട്ടുവീണ്ടിരിക്കുകയാണ്. അതേപോലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. നിറച്ച് വണ്ടിയാണ്. റോഡ് മുഴുവൻ വണ്ടിയാണ്. ഇവരെ ഈസിയിൽ പറഞ്ഞതുപോലെ സ്കൂൾ ടൈം പാലിക്കുകയോ അതേപോലെ തന്നെ ഇവരുടെ ബ്ലാസ്റ്റിംഗ് ടൈം പാലിക്കുകയോ ഒന്നും ചെയ്യില്ല. തോന്നുന്ന പോലെ പൊട്ടിക്കുക, തോന്നുന്ന പോലെ വണ്ടി ഓടിക്കുക, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധത്തിലേക്ക് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. പുല്ലുവഴി തുരുത്തിയിൽ വീട്ടിൽ ഷിൻഡോ ടിപ്പോളാണ് ക്വാറിയുടെ ലൈസൻസി. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് തനിക്ക് അനുവദിച്ച സർവേ നമ്പറിലാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നാണ് ഉടമയുടെ വാദം. ഉയർന്ന ആരോപണങ്ങൾ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണെന്നും ഷിൻഡോ ടിപ്പോൾ പറയുന്നു. വീടും കിടപ്പാടവും വിൽക്കുവാനോ ഇവിടം വിട്ട് ഒഴിഞ്ഞു പോകാനോ ആവാതെ ലൈഫ് മിഷനിലടക്കം ഉൾപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരാണ് ദുരിതം അനുഭവിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്. ക്യാമറമാൻ അനന്തു ബി നായർക്കും ലിജുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.